ദ്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 24. മർഷി കളിച്ച് കളിച്ച് മടുത്ത് കട്ടിലിൽ കയറി മലർന്നു കിടന്നവൻ്റെ വയറിന്മേൽ കാല് രണ്ടും അപ്പുറത്തും ഇപ്പുറത്തുമായി ഇട്ട് തത്തപ്പെണ്ണ് കയറിയിരുന്നു. എന്നിട്ട് പതിവ് പോലെ അവൻ്റെ നെഞ്ചിന് മുകളിലായി തലതീർത്ത് വെച്ചു. എന്താടാ പൊന്നെ? തത്തയുടെ ദേഹത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങുന്ന ഫ്രൂട്ടിയെ പിടിച്ച് തിരികെ കട്ടിലിലേക്കായിട്ട് വെച്ചിട്ട് അവൻ വിളി കേട്ടു. എനിക്ക് ഐസ്ക്രീം വാങ്ങിത്തരോ? പെണ്ണ് കണ്ണുകൾ കുറുക്കി അവൻ്റെ മുഖത്തേക്ക് കള്ള നോട്ടം നോക്കി. ഇനിയും പനി പിടിപ്പിക്കാനാണോ? കണ്ണുകളിൽ ഗൗരവം നിറച്ച് പൊടുന്നനെ അവൻ കുഞ്ഞിപ്പെണ്ണിനെ നോക്കി. ദിവസങ്ങൾക്ക് മുൻപ് അവളെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടിയ ദൃശ്യമായിരുന്നു ആദിയുടെ മനസ്സിലേക്ക് അപ്പോൾ ഓടിയെത്തിയത്. അതന്ന് ഞാൻ കരഞ്ഞിട്ടല്ലേ? ചുണ്ടുകൾ പുറത്തേക്ക് ഉന്തി പിടിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് അവനെ നോക്കി കെഞ്ചുവാനായി തുടങ്ങി. ആണോ? എന്നിട്ട് നിന്റെ അമ്മ അങ്ങനെയല്ലല്ലോ എന്നോട് പറഞ്ഞത്. ചെക്കൻ ഇത്തിരി പിണക്കത്തോടെ മുഖം കോട്ടി. അത് പിന്നെ അമ്മയ്ക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. അന്നേ ഞാൻ കരഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ എനിക്ക് പനി പിടിച്ചേ. അവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമം നടത്തി. അതെന്നോടല്ലേ പറയേണ്ടത്, നിന്റെ അമ്മയോടാ. ഓ, അന്ന് എന്തൊക്കെയായിരുന്നു പുകില്. ഞാൻ ഐസ്ക്രീം മേടിച്ച് തന്നത് കൊണ്ടാണ് നിനക്ക് പനി പിടിച്ചതെന്ന് നിന്റെ അമ്മ പറഞ്ഞുണ്ടാക്കിയില്ലേ. അവൻ ചുണ്ട് ചുളുക്കി. അപ്പോൾ കേശവപാദം എനിക്ക് വാങ്ങിത്തരില്ലേ? പൊതുവെ ഉരുണ്ടിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ കവിളുകൾ അത് ചോദിച്ചപ്പോൾ ഒന്നുകൂടി ഉരുണ്ടു വീർത്തു. നിന്റെ അമ്മയോട് പോയി ചോദിക്കും, ചെക്കൻ കട്ടായം പറഞ്ഞു. അമ്മ സമ്മതിച്ച മറിച്ച് വാങ്ങിച്ചു തരുമോ? ഒരു ഉറപ്പിനായി തത്ത വീണ്ടും ചോദ്യം ആവർത്തിച്ചു. എപ്പോൾ വാങ്ങി തന്നെന്ന് ചോദിച്ചാൽ മതി, പക്ഷേ അന്നത്തെ പോലെ വലുത് വാങ്ങിത്തരില്ല കേട്ടോ. അവനവളെ ഇറുക്കെ കെട്ടിപ്പുണർന്നു, ഒത്തിരി സ്നേഹത്തോടെ. സത്യമാണോ? അവൻ്റെ നെഞ്ചിൽ മുഖമിട്ടുരുട്ടിക്കൊണ്ട് തത്തമ്മ കൊഞ്ചി. സത്യാടി കള്ളിപ്പാറോ. പെണ്ണിൻ്റെ നെറുകയിൽ പല പ്രാവശ്യം ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് ചെക്കൻ വാക്കുകൊടുത്തു. എങ്കിലേ അമ്മയുടെ അടുത്ത് ഞാൻ പോയി ചോദിച്ചിട്ട് വരാവേ. അവൾ തല മാത്രം ഉയർത്തി പൊക്കി പിടിച്ചുകൊണ്ട് അവനെ നോക്കി പല്ലിളിച്ച് കാട്ടി. ഇച്ചിരി നേരം കൂടെ എൻ്റെ അടുക്ക് കിടക്കേണ്ട തത്തമ്മേ, നേരെ ഇരുട്ടിയിട്ട് നീ അങ്ങ് പോകത്തില്ലേ നിൻ്റെ അമ്മയുടെ അടുത്തേക്ക്? ആദി പരിഭവം പോലെ പറഞ്ഞു. എന്നാ മർഷി എൻ്റെ കൂടെ പോര്, എന്നിട്ട് എൻ്റെ കൂടെ കിടന്നോ. പെണ്ണ് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും ആദ്യം ഞെട്ടിപ്പോയിരുന്നു. നിൻ്റെ കൂടെയോ? പുരുകൻ ചുളിച്ചുകൊണ്ട് അവൻ വീണ്ടും തിരക്കി. ആ, എൻ്റെ കൂടെ, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റ് അവൻ്റെ വയറിന് മുകളിലായി നേരെ ഇരുന്നു. എന്നിട്ട് വേണം നിൻ്റെ അമ്മയുടെ കൈ കൊണ്ട് ഞാൻ ചാവാൻ. ദേവികയുടെ മുഖം പെട്ടെന്ന് മനസ്സിൽ തെളിഞ്ഞതും ആഗ്രഹങ്ങളെയെല്ലാം അവൻ കുഴി വെട്ടി അതിലേക്കിട്ട് മണ്ണിട്ട് മൂടി. എൻ്റെ അമ്മ പാവാ മർഷി, അമ്മ ആരും കൊല്ലില്ല. അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ കുഞ്ഞിപ്പെണ്ണ് കണ്ണുകൾ രണ്ടും കൂർപ്പിച്ചു പിടിച്ചു. അച്ചോടാ, അപ്പോഴേക്ക് എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മ പിണങ്ങിയോ? മർഷി വെറുതെ പറഞ്ഞല്ലേ, നിൻ്റെ അമ്മ പാവാ, ഒത്തിരി പാവം. എഴുന്നേറ്റ് കട്ടിലിലേക്കിരുന്നു അവളെ അവൻ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. എന്നാ ഇന്ന് തന്നെ എൻ്റെ കൂടെ കിടക്കണേ. അവനിലെ ചൂടിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് തത്ത മെല്ലെ പറഞ്ഞു. വെറുതെ ഒന്ന് അറിയാമെങ്കിലും അവനൊന്ന് മൂളി. ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ കുഞ്ഞെ? നിങ്ങളെ രണ്ടുപേരെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഞാൻ എത്ര കൊതിക്കുന്നുണ്ടെന്നോ. അതെങ്ങനെയാ? നിൻ്റെ അമ്മ എൻ്റെ മുഖത്തേക്കൊന്ന് പേടി കൂടാതെ നോക്കിയാലല്ലേ എനിക്കെൻ്റെ ഇഷ്ടമൊന്ന് പറയാൻ പറ്റും. വേദനയോടെ അങ്ങനെ പിറുപിറുത്തുവെങ്കിലും ദേവികയുടെ ചിരിക്കുന്ന മുഖത്തെ മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവനപ്പോൾ. പറ ദേവികെ, ജീനയും അനുവിനെയും തല്ലിയിരുന്നോ നീ? അതും ചെരുപ്പ് കൊണ്ട്? രാധ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. പേടിയോടെ വിറയലോടെ അവൾ തലകുനിച്ചു, ഒരു കുറ്റവാളിയെപ്പോലെ. എന്തിനായിരുന്നു? തികച്ചും ഗൗരവത്തോടു കൂടി അവർ വീണ്ടും ചോദിച്ചു. അത് പിന്നെ രാധമ്മേ, എനിക്ക് ആദിയേട്ടൻ അല്ല ആദി സാറ്. ദേവികയ്ക്ക് പേടികൊണ്ട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അവളുടെ ശരീരം കിലുകിലാന്ന് വിറയ്ക്കുവാൻ തുടങ്ങി. ആദി ഉണ്ടായിരുന്നോ നിൻ്റെ കൂടെ അപ്പോൾ? രാധയുടെ കണ്ണുകൾ പൊടുന്നനെ ഒന്ന് കൂർത്തു. ആദിയെന്ന് ദേവികയുടെ കൂടെ ഉണ്ടായിരുന്ന കാര്യം മാത്രം ദമയന്തി ഫോൺ ചെയ്തപ്പോൾ തന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. അനാമികയുടെയും ജീനയുടെയും
ജീനിയെയും ഒരു കാരണവുമില്ലാതെ ദേവിക ചെരുപ്പൂരി അടിച്ചു എന്നതായിരുന്നു അവരിൽ നിന്നും വന്ന പരാതി. അതുകൊണ്ട് ദേവികയെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഒഴിപ്പിച്ചു പറഞ്ഞു വിടണം എന്നും അവർ പറഞ്ഞ കാര്യം രാധ പൊടുന്നനെ ഓർത്തു. തല ഉയർത്തി അവരെ നോക്കാതെ തന്നെ ദേവിക മൂളി. എന്നായിരുന്നു ഇതൊക്കെ? അന്ന് ഞാൻ സ്കൂളിൽ പോയപ്പോൾ കുഞ്ഞിന് പനി വന്ന അന്ന്. അവളുടെ കണ്ണുകൾ സജലങ്ങളായി. ശരിക്കും അന്ന് എന്താ നടന്നേ ദേവികയെ? അത് പിന്നെ അനാമികയുടെയും ജീനിയുടെയും കാര്യം തുറന്നു പറഞ്ഞാൽ രാധമ്മ അത് വിശ്വസിക്കുമോ എന്നൊരു ഭയം ദേവികയുടെ മനസ്സിൽ പൊടുന്നനെ ഉരുണ്ടുകൂടി. മടിക്കാതെ പറയ് ദേവികയെ, എന്താണെന്ന് എനിക്കറിയണം. അവൾ തല ഉയർത്തി ആ മുഖത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ. രാധമ്മയുടെ കണ്ണുകളിലെ പതിവില്ലാത്ത രീതിയിലുള്ള ദേഷ്യം കണ്ടതും ദേവിക ഭയത്തോടെ ഉമിനീരിറക്കിപ്പോയി. പറയ് ദേവികയെ, എന്തിനാണ് നീ അവരെ അടിച്ചത്? രാധ അക്ഷമയോടെ വീണ്ടും തിരക്കി. രാധമ്മേ, അത് അന്ന് സ്കൂളിൽ പോകാൻ ഇറങ്ങിയപ്പോൾ അനാമികയും ജീനയും വന്ന് വഴിയിൽ തടഞ്ഞു നിർത്തിയത് തൊട്ട് ആദ്യ തങ്ങളെ വണ്ടിയിൽ കയറ്റി സ്കൂളിലേക്ക് കൊണ്ടുപോയ കാര്യം വരെ അവൾ ഒന്നുപോലും ഒഴിയാതെ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് മുഖം കൈപ്പത്തിയിൽ അമർത്തി പൊട്ടിക്കരഞ്ഞു. ആദി സാറ് പറഞ്ഞുകൊണ്ട് അടിച്ചു പോയതാ. അവരെ ഉപദ്രവിക്കണമെന്നൊന്നും എനിക്കില്ലായിരുന്നു. തെറ്റാ ചെയ്തേ. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. കരച്ചിലിനിടയിലും പെണ്ണിൻ്റെ പദം പറച്ചിലുകൾ നിറച്ചിരുന്നില്ല. എന്നിട്ടാ ചെരുപ്പെവിടെ? കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും രാധ ചോദിച്ച ചോദ്യം കേട്ട് അവൾ ഞെട്ടലോടെ മുഖമുയർത്തി അവരെ നോക്കി. അവിടെ വിടർന്ന ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്ന കാവുമ്പാട്ടമ്മയെയാണ് അവൾക്ക് കാണുവാൻ സാധിച്ചത്. ചെരുപ്പോ? കരഞ്ഞു വീർത്ത മുഖം ഒന്ന് ചുളിഞ്ഞുപോയി. ആ, നിന്റെ ചെരുപ്പ് തന്നെ. അവരെ അടിച്ച നിന്റെ ചെരുപ്പ്. അവർ ചിരി അടക്കി പിടിക്കാൻ പാടുപെടുന്നത് കണ്ടതും പെണ്ണിൻ്റെ മുഖം അവൾ അറിയാതെ തന്നെ ഒന്ന് കൂർത്തുപോയി. അത് പിന്നെ ഞാൻ എറിഞ്ഞു കളഞ്ഞു. അതെന്തിനാ കളഞ്ഞെന്ന് പോലും എനിക്കറിയില്ല രാധമ്മേ. അവൾ മെല്ലെ പറഞ്ഞു. എറിഞ്ഞു കളഞ്ഞത് നന്നായി. ആ ചെരുപ്പും ഇട്ടുകൊണ്ട് ഇവിടെ കയറി നീ വന്നിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേനെ. അവരതും പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ടും കാര്യമറിയാതെ ദേവിക കണ്ണു മിഴിച്ചിരിക്കുകയാണ് ചെയ്തത്. രാധമ്മേ, അവളുടെ വിളിയിൽ ചിരിയൊന്ന് നിർത്തിയിട്ട് രാധ അവളെ തനിക്കരികിലേക്ക് കൈ നീട്ടി വിളിച്ചു. പെണ്ണവൾ അവരുടെ കാൽക്കൽ നിന്നും എഴുന്നേറ്റ് അവരുടെ കൈയിടിയിലേക്ക് ചെന്നിരുന്നു. പൊടുന്നനെ രാധ അവളുടെ മുഖം കൈവെള്ളയിൽ എടുത്തു പിടിച്ചുകൊണ്ട് ദേവികയുടെ നെറുകയിൽ വാത്സല്യത്തോടെ ചുണ്ടുകൾ ചേർത്തു. ഇതെന്തിനെന്നറിയോ നിനക്ക്? പെണ്ണിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവർ ചോദിച്ചു, വാത്സല്യത്തോടെ, ഒത്തിരി ഇഷ്ടത്തോടെ. അവൾ അറിയില്ലെന്ന് തലയാട്ടി. എനിക്ക് കഴിയാതെ പോയത് നീ ചെയ്തതിന്. അവർ ദേവികയുടെ കണ്ണുകളിലേക്ക് നോക്കി മിഴികൾ ചിമ്മി. നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് മോളെ. നിന്നെ അവർ ഇതിലേക്ക് കാര്യമില്ലാതെ പിടിച്ചിട്ടതാ. എന്തൊക്കെയോ പറയാനെന്ന വണ്ണം അവർ ദേവികയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. ദേവി അവർ പറയാൻ പോകുന്നത് എന്താണെന്നറിയുവാനായി ശ്രദ്ധിച്ചിരുന്നു. ഇത്തിരി ദേഷ്യവും വാശിയും തല്ലുകൊള്ളിത്തരവും ഒക്കെ ഉണ്ടെന്ന് ഉള്ളത് മോളെ. പാവ എൻ്റെ ആദിമോൻ. പറഞ്ഞുകൊണ്ടവർ ദേവികയെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. ആ ചിരിയിലുണ്ടായിരുന്നു അവർക്ക് തൻ്റെ മകനോടുള്ള അടങ്ങാത്ത സ്നേഹവും വാത്സല്യവും. മോൾക്കറിയോ, ഈ 3 വർഷങ്ങൾക്ക് മുൻപ് ഈ കാവുമ്പാട്ടെ ബിസിനസ് മുഴുവൻ നോക്കി നടത്തിയവനാണ് എൻ്റെ മോന്. എൻ്റെ വിശ്വേട്ടനും അഭിമോനും പോലും ബിസിനസ് കാര്യങ്ങളിൽ അവൻ്റെ അടുത്തെത്തിയിട്ടില്ല. അത്രയ്ക്ക് കേമനാ. വിശ്വേട്ടൻ്റെ അച്ഛൻ്റെ ബുദ്ധിയാണ് അവന് കിട്ടിയിരിക്കുന്നത്. മകൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് രാധ വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ദേവിക അതൊക്കെ ചിരിയോടെ കേട്ടുകൊണ്ടും ആദിയെക്കുറിച്ച് തൻ്റെ മനസ്സിലുള്ള ധാരണയും മാറി മറയെന്ന് നനയ്ക്കാതെ. വിശ്വേട്ടന് വലിയ സ്നേഹമായിരുന്നു അവനെ. പക്ഷേ ഒരിക്കലും ആളത് പുറത്ത് കാണിക്കില്ലായിരുന്നു. കൂടുതൽ സ്നേഹം കിട്ടിയാൽ ആൺകുട്ടികൾ വഴിപിഴച്ചു പോകുമെന്നായിരുന്നു മൂപ്പരുടെ ധാരണ. ആ ഓർമ്മയിൽ തന്നെ അവരുടെ കണ്ണുകൾ വല്ലാതെ വിടർന്നു. അഭിമം വളരെ സൈലൻ്റായിരുന്നു മോളെ. ആദ്യം അതിന് തിരിച്ചു. കുരുത്തക്കേടെന്ന് പറഞ്ഞാലും പോരാ. ഈ നാട്ടിൽ തല്ലുകൊള്ളിത്തരത്തിന് അവനെ വെല്ലാൻ ആരും ഉണ്ടായിരുന്നില്ല.
മോൾക്കറിയോ, വിശ്വേട്ടൻ്റെ കയ്യിൽ നിന്ന് എന്നും ചൂരൽ കൊണ്ടുള്ള അടി കിട്ടുന്നത് എൻ്റെ ആദിമോനായിരുന്നു. ദേവികയുടെ കയ്യിൽ കൈ കോർത്ത് പിടിച്ചുകൊണ്ടവർ കട്ടിലിൻ്റെ ക്രാസിയിലേക്ക് ഒന്നും കൂടി ചാരിയിരുന്നു. എങ്കിലും അബിക്ക് ആദിക്കും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് മോളെ. അച്ഛൻ്റെ അടി കൊണ്ട് രാത്രി കിടന്ന് കരയുന്ന അനിയനെ സമാധാനിപ്പിക്കലായിരുന്നു അവൻ്റെ പ്രധാന ജോലി. അതും പറഞ്ഞുകൊണ്ടവർ ഉച്ചത്തിലൊന്ന് ചിരിച്ചു. ആ കാലം കൺമുൻപിൽ കണ്ടതുപോലെ ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് കരിനിഴൽ വീണത് അവൻ്റെ കല്യാണം കഴിഞ്ഞത് പിന്നെയാണ്. ആ അനാമിക വന്നത് പിന്നെ. അത്രയും നേരം രാധയുടെ മുഖത്ത് തത്തിക്കളിച്ചിരുന്ന ചിരി പൊടുന്നനെ മാഞ്ഞു. അവിടെ വെറുപ്പും വിദ്വേഷവും മാത്രം നിറഞ്ഞു. മോൾക്കറിയോ, വിശ്വേട്ടന് അദ്ദേഹത്തിന് അനിയത്തി ദമയന്തി എന്ന് വെച്ച ജീവനാ. അവരുടെ മക്കളെ അതുപോലെ തന്നെ. ആ ഇഷ്ടം കൊണ്ട് തന്നെയാണ് പാവപ്പെട്ടവനായ മധുവിനെ കൊണ്ട് ദമയന്തിയുടെ ആഗ്രഹപ്രകാരം അവരുടെ കല്യാണം നടത്തിയത് തന്നെ. അനാമികയും സ്വാതിയെയും പഠിപ്പിച്ചതും അവർക്ക് ഉപജീവനത്തിനായിട്ട് ടൗണിലൊരു കടയിട്ട് കൊടുത്തതുമൊക്കെ അദ്ദേഹമാണ്. അതുമാത്രമല്ല, കൈയൊഴിഞ്ഞ സാമ്പത്തിക സഹായവും ചെയ്യുമായിരുന്നു. ഇല്ലാത്തവർ അല്ലേ എന്നോർത്ത് ഞാനും ഒന്നും പറയില്ലായിരുന്നു. പക്ഷേ ആദ്യമായി വിശ്വേട്ടനെ ഞാൻ എതിർത്തത് എൻ്റെ ആദിയുടെ വിവാഹകാര്യത്തിൽ മാത്രമാണ്. അവർ സങ്കടത്തോടെ തുടർന്നു. ദമയന്തിയുടെ ആഗ്രഹമായിരുന്നു അവരുടെ മൂത്ത മകളായ അനാമികയെ ഞങ്ങളുടെ ആദിയെ കൊണ്ട് കെട്ടിക്കണമെന്ന്. പക്ഷേ ആദിമോനാണെങ്കിൽ ആ വിവാഹത്തിനോട് ആദ്യം തൊട്ടേ ഒട്ടും താല്പര്യവും ഇല്ലായിരുന്നു. വിശ്വേട്ടൻ ആദ്യമൊക്കെ അവൻ്റെ ആഗ്രഹത്തെ മാനിച്ചുവെങ്കിലും ദമയന്തിയുടെ കരച്ചിലും വീഴ്ചയിലും ഒടുവിൽ വീണുപോയി. അവരുടെ ആത്മഹത്യാ നാടകവും കൂടി ആയപ്പോഴേക്കും വിശ്വേട്ടൻ അവർക്ക് മുൻപിൽ മൊത്തത്തിൽ അടിയറവ് പറഞ്ഞു. ഒടുവിൽ വീട്ടിലെന്നും ഇതേപ്പറ്റി ചർച്ചയായി. ഇഷ്ടമില്ലെന്ന് പറയുമ്പോൾ ആദിയോട് വഴക്കായി. ഞാനും അഭിയും നീലിമയും ഒക്കെ ഇതേപ്പറ്റി മാറി മാറി വിശ്വേട്ടനോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഏട്ടൻ്റെ അനിയത്തിയുടെ സങ്കടമായിരുന്നു വലുത്. മകൻ്റെ മാനസികാവസ്ഥയോ ഇഷ്ടങ്ങളോ ഒന്നും അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. രാധ പറയുന്ന കാര്യം കേട്ടപ്പോൾ ദേവിക ശരിക്കും അമ്പരന്നു പോയിരുന്നു. കാവുമ്പാട്ടെ വിശ്വംഭരന് ഇങ്ങനെയൊരു സ്വഭാവമുണ്ടോ? എല്ലാവരോടും സ്നേഹത്തോടും അനുകമ്പയോടും പെരുമാറുന്ന ആള് സ്വന്തം മകൻ്റെ മനസ്സറിയുവാൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? സഹോദരിയോടുള്ള സ്നേഹത്തിന് മുൻപിൽ കണ്ണു കാണാൻ വയ്യാതായ വിശ്വത്തിനോട് അവൾക്ക് ആദ്യമായി സഹതാപം തോന്നിപ്പോയി. ഒടുവിൽ വീട്ടിലെ വഴക്ക് സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാനാ എൻ്റെ മോനോട് അനുവിനെ കെട്ടാൻ പറഞ്ഞേ. അങ്ങനെയെങ്കിലും വീട്ടിൽ ഇത്തിരി മനസമാധാനം കിട്ടുമല്ലോ എന്നോർത്ത്. ഒടുവിൽ എൻ്റെ നിർബന്ധത്തിനാ ആദിമോൻ അവളെ കെട്ടാമെന്ന് മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചത് തന്നെ. അവൻ്റെ സമ്മതം കിട്ടുന്നത് വരെ ദമയന്തിയുടെ ആത്മഹത്യാ ഭീഷണി ഞങ്ങൾക്ക് മുറയ്ക്ക് എത്തുന്നുണ്ടായിരുന്നു. അത് വേറൊരു സത്യം. രാധ ശ്വാസം ഒന്ന് ഉള്ളിലോട്ട് വലിച്ച് മെല്ലെ പുറത്തേക്ക് വിട്ടു. ഇനിയും പറയുവാൻ ബാക്കിയുണ്ട് എന്നതുപോലെ. മുൻപ് കണ്ട അനാമികയായിരുന്നില്ല മോളെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് കണ്ടത്. ആദിയോട് അടുക്കില്ല, സംസാരിക്കില്ല. എന്തിന്, അവൻ്റെ മുറിയിൽ കിടക്കാൻ പോലും അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ്റെ കാര്യങ്ങളിൽ പോലും ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. എൻ്റെ മോൻ അവൾക്കിഷ്ടമില്ലാതെ ബലമായി അവളെ താലി കെട്ടി കൂട്ടിക്കൊണ്ട് വന്നതുപോലായിരുന്നു അവളുടെ പെരുമാറ്റം. വിശ്വനോട് ഞാൻ പല പ്രാവശ്യം ഇതിനെപ്പറ്റി സൂചിപ്പിച്ചു. കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, അവൾക്ക് എല്ലാത്തിനോടും പൊരുത്തപ്പെടുവാൻ സമയം വേണമെന്നായിരുന്നു ഏട്ടൻ്റെ കണ്ടുപിടുത്തം. പിന്നെയാണ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വെളിവായത്. ആ ദിവസം ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവരുടെ മുഖം ഒന്ന് വലിഞ്ഞു മുറുകി. രാധമ്മേ, പറയാൻ പാടില്ലാത്താണെങ്കിൽ പറയണ്ട, വെറുതെ ടെൻഷനാവാൻ. ദേഷ്യത്താൽ അവരുടെ മുഖം വിറയ്ക്കുന്നത് കണ്ടതും ദേവിക പേടിച്ചു പോയിരുന്നു. ഇല്ല ദേവികെ, ഇനി ഇത് നീയും കൂടി അറിയണം. കാരണം അവർ നിന്നെയും കുഞ്ഞിനെയും വഴിയിൽ തടഞ്ഞു നിർത്തി അപമാനിച്ചില്ലേ, ഭീഷണിപ്പെടുത്തിയില്ലേ? ഇനിയും നീയൊന്നും അറിയാതെ ഇരിക്കുന്നത് നല്ല കാര്യമല്ല. അവർക്ക് ദേവിയോട് നിർബന്ധം പിടിച്ചു. അവളവരെ അനുസരിച്ചുകൊണ്ട് തലയാട്ടി. കാവുമ്പാട്ടെ കുടുംബകാര്യങ്ങൾ തനിക്ക് എന്തിനാണ് എന്നൊരു കുഞ്ഞു ചിന്ത ഉള്ളിലുണ്ടായെങ്കിലും അവളത് മനസ്സിലടക്കി പിടിച്ചുകൊണ്ട് അവരെ കേൾക്കുവാനായി കാതുകൾ കൂർപ്പിച്ചു. ആദിയുടെയും അനാമികയുടെയും കല്യാണം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും ജീന അവളിവിടെ വന്നു. അനുവിൻ്റെ കൂടെ പഠിച്ചതായതുകൊണ്ടും കുഞ്ഞിലെ തൊട്ടുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കളായതും കൊണ്ട് തന്നെ അവളെ നല്ല രീതിയിലാണ് ഞങ്ങൾ വീട്ടിലേക്ക് ക്ഷണിച്ചതും. ജീന
അനാഥയാണെന്നുള്ള ഒരു പരിഗണനയും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. 2 ദിവസം അവൾ ഇവിടെ സന്തോഷത്തോടെ താമസിക്കുകയും ചെയ്തു. പക്ഷേ 3-ാം നാൾ, അന്നാണ് എൻ്റെ മോൻ്റെ ജീവിതം തകിടം പറഞ്ഞ ദിവസം. നിറഞ്ഞൊഴുകിയ കണ്ണുകളെ തുടച്ചു കളഞ്ഞിട്ട് അവർ ദേവികയെ നോക്കി. ശേഷം വീണ്ടും പറയുവാനായി തുടങ്ങി. ബിസിനസ്സിൻ്റെ എന്തോ ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉള്ള കാരണം ആദ്യം അന്ന് രാവിലെ ഓഫീസിലേക്കൊന്ന് പോയി. അനാമിക പ്രാതൽ കഴിഞ്ഞതും ജീനയും കൊണ്ട് അവളുടെ മുറിയിലേക്കും പോയി. തിരിച്ചു വരാൻ വൈകുമെന്ന് പറഞ്ഞു പോയവൻ അന്ന് എന്തുകൊണ്ടോ ഉച്ചയോടുകൂടി തിരിച്ചു വന്നു. അനു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മുറിയിലുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് അയച്ചത് ഞാനാണ്. 2-3 നിമിഷങ്ങൾ കഴിഞ്ഞതും ആദിയുടെ മുറിയിൽ നിന്നും അനുവിൻ്റെ ഉച്ചത്തിലുള്ള ഒച്ച കേട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ മോളെ. വെപ്രാളത്തോടെ ഞാനും നീലിമയും അബിയും വിശ്വേട്ടനും കൂടി ഓടിച്ചെല്ലുമ്പോൾ കണ്ടത് മുറിയുടെ ഒരു മൂലയിൽ കവിളും പൊത്തി പിടിച്ചുകൊണ്ട് കരഞ്ഞു കൂവിയിരിക്കുന്ന അനുവിനെയും അവളെ ആശ്വസിപ്പിക്കുന്ന ജീനയെയുമാണ്. അവർ നെടുവീർപ്പോടെ അവളെ നോക്കി മുഖം തുടച്ചു. എന്തിനാ രാധമ്മ ആദിയേട്ടൻ അനാമികയെ അടിച്ചത്? ദേവികയ്ക്കത് ചോദിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല. അടിച്ചെന്നാണ് മോളെ ഞാനും കരുതിയത്. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് എൻ്റെ മോൻ അവളെ അടിക്കാൻ പോയിട്ട് ഇതുവരെ ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ലെന്ന്. വീണ്ടും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നെന്തിനാ അനാമിക കരഞ്ഞത്? ദേവികയിൽ ആ സമയം അമ്പരപ്പായിരുന്നെങ്കിൽ രാധയുടെ മുഖത്ത് വെറുപ്പായിരുന്നു. അനാമികയും ജീനയോടുമുള്ള അടങ്ങാത്ത വെറുപ്പ്. ചതിയായിരുന്നു മോളെ, ചതി. അവളും ജീനയും കൂടി എൻ്റെ മോനെ ചതിച്ചതാ. 2 പേരും കൂടിയുള്ള അഭിനയം. ചതിയോ? എന്തിനാ രാധമ്മേ? എൻ്റെ മോൻ അവളെ ചെയ്തെന്ന്, അതും ദിവസങ്ങളോളം. അത് പേടിച്ചിട്ടാ അവൾ ആദ്യം മോൻ്റെ മുറിയിൽ കിടക്കാൻ പോവാതിരുന്നതെന്ന് അവൾ നിലവിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ വിശ്വേട്ടൻ പോലും അത് വിശ്വസിച്ചു. എൻ്റെ മോനെ ഒന്ന് കേൾക്കുവാൻ പോലും ആൾ കൂട്ടാക്കിയില്ല. ഞാനും അഭിമോനും ആവുന്നത് പറഞ്ഞതാ ആദ്യം അങ്ങനൊന്നും ചെയ്യില്ലെന്ന്. പക്ഷേ വിശ്വേട്ടൻ അവളുടെ വീട്ടുകാരെ കണ്ടപ്പോൾ അപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. പിന്നെ ഇവിടെ നടന്നത് ഒന്നും പറയാതിരിക്കുന്ന ആ ഭേദം. അനാമികയുടെ കള്ളക്കണ്ണീരും അഭിനയവും ദമയന്തിയുടെ പ്രാക്ക്, ഇതെല്ലാം കണ്ടു നിന്ന വിശ്വേട്ടൻ്റെ താണ്ഡവം. ആദ്യമെല്ലാം കേട്ടു നിന്നതല്ലാതെ വാ തുറന്നൊന്നും സംസാരിച്ചുമില്ല. അവനെ കേൾക്കാൻ ആരും അന്ന് ശ്രമിച്ചില്ല, അത് തന്നെ സത്യം. ഒടുവിൽ അനാമികയെ അവളുടെ വീട്ടുകാർ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. അവർ പറഞ്ഞു നിർത്തി. അന്നെന്താ ശരിക്കും ആ മുറിയിൽ നടന്നേ? ദേവികയ്ക്കപ്പോൾ ആദിയെക്കുറിച്ച് ആദ്യമായി കൂടുതൽ അറിയാൻ തോന്നിപ്പോയി. മോളെ, അത് അനാമികയും ജീനയും തമ്മിൽ എന്തോ വൃത്തികേട് കാണിച്ചുകൊണ്ടിരുന്നതെന്ന് ആദി മുറിയിൽ കയറി ചെന്നപ്പോൾ അത് കണ്ടു. അവൻ താമസിച്ചേ തിരിച്ചു വരുമെന്ന് കരുതിയവർക്ക് അതൊരു ഷോക്കായി. അവർ കാണിച്ചതൊക്കെ ആദി കണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് അവരവിടെ കിടന്ന് ഈ പൊറോട്ട് നാടകമെല്ലാം കളിച്ചത്. വൃത്തികേടോ? ദേവിക അവർ പറഞ്ഞത് മനസ്സിലാവാതെ കണ്ണു മിഴിച്ചിരുന്നു. അതന്നെ, അവർ തമ്മിൽ ഭാര്യയും ഭർത്താവും പോലെയാണ്. അവർ തമ്മിൽ പ്രണയമാണെന്ന്, അവൾക്കൊരു ചെറുക്കനെ വിവാഹം കഴിക്കുവാൻ പാടില്ലെന്ന്. പിന്നീട് ഇതൊക്കെ ആദ്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. കലികാലം, പഴയ ആൾക്കാരല്ലേ മോളെ ഞങ്ങൾ. ഇതൊന്നും അംഗീകരിക്കാൻ ആരെക്കൊണ്ടാ പറ്റുന്നേ? എന്നാലും ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ടാ എൻ്റെ മോനെ അവൾ കല്യാണം കഴിച്ചത്. കേസ് കൊടുക്കാൻ ഞാൻ ആവുന്നത് അവനോട് പറഞ്ഞതാ. അവനാ പറഞ്ഞ് അതിനൊന്നും പോകണ്ടെന്ന്. എങ്ങനെയെങ്കിലും തലേന്നൊന്ന് ഒഴിഞ്ഞു പോയല്ലോ, അതായിരുന്നു അവൻ്റെ അപ്പോഴത്തെ ചിന്ത. അതുമല്ല, അന്നൊക്കെ ആകെ തകർന്നതുപോലായിരുന്നു മോളെ അവളുടെ അവസ്ഥ. വിശ്വേട്ടൻ അവനെ കമ്പനിയുടെ തലപ്പത്തു നിന്ന് മാറ്റി. പകരം അവിടെ അഭിയെ ഇരുത്തി. അതും കൂടി ആയപ്പോഴേക്കും അവന് ഭ്രാന്ത് പിടിച്ചു പോയിരുന്നു. ആദിയെക്കുറിച്ചുള്ള ആ അമ്മയുടെ മുഖത്ത് മിന്നി മറയുന്നത് ദേവിക നല്ല വ്യക്തമായിട്ട് തന്നെ കണ്ടു. അച്ഛൻ മകൻ്റെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു. കണ്ണിന് മുൻപിൽ കണ്ടാൽ എൻ്റെ കുഞ്ഞിനെ ആൾ ശപിക്കുമായിരുന്നു. പിന്നീട് അവൻ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ചെല്ലാതായി. പതിയെ ഈ വീട്ടിലേക്കുള്ള അവൻ്റെ വരവും നിന്നു. എപ്പോഴും കാവുമ്പാട്ടെ ഫ്ലാറ്റിൽ തന്നെയായി താമസം. കള്ളു കുടിച്ച് തല്ലും കൂടി ഒരു ഗുണ്ടയെപ്പോലെ എൻ്റെ മോൻ. അതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. രാധമ്മേ, അരുതേന്ന പോലെ അവൾ അവരുടെ കയ്യിൽ കയറി പിടിച്ചു. പിന്നെയാ ഞാൻ അറിയുന്നേ, വിശ്വേട്ടൻ അനാമികയുടെ പേരിൽ എന്തൊക്കെയോ വസ്തുക്കൾ എഴുതി കൊടുത്തെന്നും എത്രയോ കോടി കാശ് കൊടുത്തെന്നുമൊക്കെ. സഹോദരിയുടെ മകളല്ലേ, സ്വന്തം മകൻ നശിപ്പിച്ച പെണ്ണിൻ്റെ ജീവിതം
സുരക്ഷിതമാക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കണം. കാശ് പിടുങ്ങുവാൻ വേണ്ടി അവർ നടത്തിയ നാടകത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതമാണ് നശിച്ചത്. രാധ സങ്കടത്തോടെ നെഞ്ചൊന്ന് തിരുമ്മി വിട്ടു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദേവിക സ്തബ്ധയായിരുന്നു. ഇത്രയൊക്കെ സങ്കടങ്ങൾ ഉണ്ടായിരുന്നോ അയാൾക്ക്? ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണോ ഇത്രയും നാളുകൾ അയാൾ നടന്നത്? ദേവികയ്ക്ക് ചിന്തിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല. നാട്ടുകാരുടെ മുൻപിലെ താന്നോന്നിയും കള്ളുകുടിയനുമായ കാവുമ്പാട്ട് മഹർഷിയുടെ മറുവശം. എന്തിനോ വേണ്ടി എന്നോണം കാരണമറിയാതെ അവനായി ഒരു തുള്ളി കണ്ണുനീര് പെണ്ണിൻ്റെ കണ്ണിനുള്ളിൽ ചുറ്റിത്തിരിഞ്ഞു. ദേവികെ, നിനക്കറിയോ, എനിക്ക് നിന്നോടും തത്തമ്മയോടും തീർത്താൽ തീരാത്ത കടപ്പാടാണുള്ളത്. കാരണം എന്താണെന്നറിയോ? പൊടുന്നനെയുള്ള രാധയുടെ ചോദ്യത്തിന് അവൾ അറിയില്ല എന്ന രീതിയിൽ തലയാട്ടിക്കാട്ടി. നീയും മോളും വന്നതി പിന്നെയാ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ആദിമോൻ ഈ വീട്ടിൽ ഇത്രയും നാളിങ്ങനെ സ്ഥിരമായി നിൽക്കുന്നത്, വീട്ടിൽ നിന്ന് രണ്ടുപറ്റ ആഹാരം കഴിക്കുന്നത്, ഒന്ന് ഞാൻ ചിരിച്ചു കാണുന്നത്. നന്ദിയുണ്ട് മോളെ, ഒത്തിരി നന്ദിയുണ്ട്. ഒക്കത്തിനും കാരണം അവളാ, ആ കുറുമ്പിപ്പണ്ണ്, എൻ്റെ തത്തമ്മ. രാധ പറയുന്ന അവസാന വാക്കുകൾ കേട്ടുകൊണ്ടാണ് ആദ്യ തത്തയെ എടുത്തുകൊണ്ട് ആ നേരം മുറിയിലേക്ക് കയറി വന്നത്. അവനിൽ എന്തുകൊണ്ടോ അമ്മയുടെ സംസാരം സന്തോഷമുണ്ടാക്കി. സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുകയും വേണം കേട്ടോ.